ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2019 പുറത്തിറങ്ങിയ സ്വാഹ ദ സിക്സ്ത് ഫിംഗർ എന്ന കൊറിയൻ സിനിമയാണ്. പ്രേതരൂപത്തിൽ ജനിക്കുന്ന ഭയാനക രൂപമുള്ള ഒരു പെൺകുട്ടി. അവൾ കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഒപ്പം പ്രേതങ്ങളെയില്ല, അതൊക്കെ പറ്റിപ്പാണെന്ന് പറഞ്ഞ് മതസംഘടനകളുടെ കള്ളത്തരങ്ങൾ തെളിയിക്കാൻ ശ്രമിക്കുന്ന നായകൻ. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു വോയിസ് ഓവർ ബൈ രേഷ്മ. ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു പെൺകുട്ടി തന്റെ ജനന സമയം ഓർക്കുന്നതാണ്. ഇവൾ ജനിക്കുന്നതിന് വെറും 10 മിനിറ്റ് മുൻപാണ് ഇവളുടെ ഇരട്ട സഹോദരി ജനിക്കുന്നത്. പക്ഷെ അതൊരു സാധാരണ മനുഷ്യക്കുഞ്ഞല്ലായിരുന്നു. അത് അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ ഈ പെൺകുട്ടിയുടെ കാലിലെ മാംസം കഴിച്ചാണ് ജീവിച്ചിരുന്നത്. ഇവർ ജനിച്ച് ഒരാഴ്ചയായപ്പോൾ അമ്മയും 1 മാസമായപ്പോൾ അച്ഛനും മരിച്ചു. അച്ഛന്റെ മരണം കാർ ആക്സിഡന്റ് ആണെന്നാണ് ഈ കുട്ടിയുടെ അമ്മുമ്മയും അപ്പൂപ്പനും പറഞ്ഞു കൊടുത്തത്. എന്നാൽ അതൊരു ആത്മഹത്യയായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ഒരു മന്ത്രവാദിനി പശുക്കൾ അസുഖം വന്ന് മരിച്ചു വീഴുന്നത് കണ്ട് ഒരു പൂജ നടത്തുന്നതാണ്. അതിനായി ആടിനെയൊക്കെ ബലി കൊടുക്കുന്നുണ്ട്. എന്നിട്ടും പൂജയുടെ അവസാനം ഉണ്ടായിരുന്ന ഒരു പശുക്കുട്ടി കൂടെ കുഴഞ്ഞു വീണ് മരിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ട പെൺകുട്ടിയും അവളുടെ ഇരട്ട സഹോദരിയും അമ്മുമ്മയും അപ്പൂപ്പനും ഈ സ്ഥലത്തേക്ക് വന്നിട്ട് 1 മാസമായി. അപ്പോൾ മുതലാണ് ഇങ്ങനെ പശുക്കൾ വീഴാൻ തുടങ്ങിയത്. അയൽക്കാരും ആ മന്ത്രവാദിനിയും അവിടേക്ക് വരുന്നത് കണ്ട ഇവർ ഉടനെ അകത്ത് കയറി വാതിലും ജനലും അടയ്ക്കുന്നു. ആ വന്ന ആളുകൾ കുറെ തട്ടി വിളിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. രാത്രിയിൽ ഇവർ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പൂപ്പൻ അവളോട്, നീ നന്നായി പഠിക്കുന്നുണ്ടോ, സ്കൂളിൽ കൂട്ടുകാരൊക്കെയായോ, എനിക്കറിയാം നീ നിന്റെ കാലിനെയും ഇരട്ട സഹോദരിയും ഒരുപോലെ വെറുക്കുന്നുണ്ടെന്ന്. ഞാൻ ഇതുവരെ അവളുടെ ബർത്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ല, എനിക്ക് അവളെ പേടിയാണെന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നു. ഈ സമയം ആ മന്ത്രവാദിനിയും സഹായിയും ഇരുട്ടത്ത് അവരുടെ വീട്ടിൽ ആരും കാണാതെ കയറും. ഒരു കുഞ്ഞ് കരയുന്നത് കേൾക്കാം. ഇവർ ആ ഭാഗത്തേക്ക് ചെല്ലും. പെട്ടെന്നാണ് ഒരു പാമ്പ് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ചാടി അവരെ കടിക്കുന്നത്. ഒപ്പം കുറേയധികം പാമ്പുകൾ പുറത്തേക്ക് വരും. അതിനുശേഷം നമ്മൾ കാണുന്നത് നായകനായ പാർക്ക് കുങ്ജായാണ്. ഇദ്ദേഹം ഒരു പാസ്റ്ററാണ്. പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ് വിശ്വാസത്തിന്റെ പേരിൽ ചൂഷണം നടത്തുന്നത് തടയുക, അങ്ങനെയുള്ളവരെ സമൂഹത്തിൽ തുറന്നു കാട്ടുക, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ സംഘടനയുടെ ഉദ്ദേശം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് സംഘടന വളരാൻ ഫണ്ടൊക്കെ പുള്ളി ചോദിക്കുന്നുമുണ്ട്. പുറത്ത് പാർക്ക് കുങ്ജായുടെ ഈ പ്രവർത്തികൾക്കെതിരെ ഒരു കൂട്ടം കന്യാസ്ത്രീകൾ പ്രതിഷേധം നടത്തുന്നു. അപ്പോഴാണ് അദ്ദേഹം അതുവഴി വരുന്നത് കാണുന്നത്. ഉടനെ അവർ അദ്ദേഹത്തെ മുട്ടയെറിയുന്നുണ്ട്. ഡീർഹിൽ എന്നൊരു സംഘടനയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് പാർക്ക് കുങ്ജായുടെ അടുത്ത ലക്ഷ്യം. അതിനായി അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനെ അതിലൊരു വിശ്വാസിയെ പോലെ അഭിനയിച്ച് കാര്യങ്ങൾ അറിയാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ ആ സംഘടന ആരുടെയും കയ്യിൽ നിന്ന് സംഭാവനയൊന്നും വാങ്ങില്ല, ബുദ്ധിസത്തിന്റെ ശക്തമായ ഇൻഫ്ലുവൻസ് ആണ് അതിന്റെ അടിത്തറ, ഒപ്പം അവർ സാമ്പത്തികമായി ആളുകളെ സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നു. മണ്ട, എങ്കിൽ അതൊരു വലിയ നെറ്റ്വർക്ക് ആയിരിക്കും. പുതിയ മതസംഘടനയല്ലേ, ഉറപ്പായും കള്ളപ്പണവും വ്യഭിചാരവും ഒക്കെ ഉണ്ടായിരിക്കുമെന്ന് പാർക്കുംജ പറയുന്നു. സാധാരണ ബുദ്ധമത വിശ്വാസികൾ ബുദ്ധനെയല്ലേ വിശ്വസിക്കുക. എന്നാൽ ഡീർഹിൽ സംഘടനയുള്ളവർ ജനറൽ എന്നൊരാളെയാണ് ആരാധിക്കുന്നത്. എന്നാൽ പാർക്കുംജായ്ക്ക് ഇത്തരം കാര്യങ്ങളല്ല അറിയേണ്ടത്, അതിനുള്ളിൽ നടക്കുന്ന കള്ളത്തരങ്ങളും രഹസ്യങ്ങളുമാണ്. ഇതിനിടയിൽ ഒരു ആക്സിഡന്റ് കേസ് അന്വേഷിക്കാനായി ക്യാപ്റ്റൻ ഹാങ് വരുന്നുണ്ട്. ഒരു ട്രക്ക് മറിഞ്ഞതാണ്, എന്നാൽ അത് ഇടിച്ച വാളിൽ ഒരു ഡെഡ് ബോഡി ഉണ്ടായിരുന്നു. നമ്മുടെ പാർക്കുംജ 3 ബുദ്ധ സന്യാസികളുമായി ഡീർഹിൽ എന്ന സംഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. എന്നാൽ കൂട്ടത്തിലുള്ള ഒരു സന്യാസിക്ക് അതത്ര ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ മറ്റൊരു യുവ സന്യാസി അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ നീരാളി തലേന് എന്നെ എന്താ ഇഷ്ടപ്പെടാത്തതെന്ന് അവൻ ചോദിക്കുമ്പോൾ, നിന്റെ സംസാരം കേട്ടിട്ട് സാധനങ്ങൾ വിൽക്കാൻ വരുന്നവനെ പോലെയുണ്ട്, നീ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ സംഘടനയുടെ മതഗ്രന്ഥമാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൽ എവിടെയെങ്കിലും ബുദ്ധമതത്തിന് എതിരായി പറയുകയാണെങ്കിൽ ഉറപ്പായും ഈ ബുദ്ധ സന്യാസികൾ ഇടപെടുമെന്ന് ആ യുവ സന്യാസി പറഞ്ഞു കൊടുക്കുന്നു. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ട്രക്ക് ഡ്രൈവർ വണ്ടി ഇടിച്ച ഭാഗത്തെ ഭിത്തിയിൽ നിന്നും ഒരു സ്കൂൾ പെൺകുട്ടിയുടെ ബോഡി കണ്ടെത്തിയതും പോലീസ് കേസന്വേഷണം തുടങ്ങിയതുമൊക്കെയുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. അവൻ വീട്ടിലേക്ക് വരുമ്പോൾ അവന്റെ അമ്മ ഒരു സ്വർണ്ണ മുടിയന് ഫുഡ് കൊടുക്കുകയാണ്. അത് അവന്റെ കൂട്ടുകാരനാണ്. ഭക്ഷണമെല്ലാം കഴിച്ച ശേഷം സ്വർണ്ണ മുടിയൻ അവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ആ കുട്ടികളുടെ ആത്മാക്കൾ രാത്രിയിൽ എൻ്റെ അടുത്തേക്ക് വരുന്നു എന്നവൻ പറയുമ്പോൾ, നമ്മൾ പോരാടുന്നത് ദുഷ്ട ആത്മാക്കൾക്കെതിരെയാണ്, ഇത് നമ്മുടെ കടമയാണ്. മരണത്തിലൂടെ ജിങ്ജാങ് മോക്ഷം നേടി, അതുപോലെ നീയും മരിച്ച് മോക്ഷം നേടാൻ കൂട്ടുകാരൻ അവന് അനാവശ്യ പ്രോത്സാഹനം നൽകുന്നുണ്ട്. ഇവർ പ്രാർത്ഥിക്കുന്ന സമയം നമ്മുടെ നായിക പെൺകുട്ടിയുടെ ഇരട്ട സഹോദരിയെ അടച്ച മുറിയിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. നേരത്തെ ട്രക്ക് ഇടിച്ച വാളിൽ നിന്നും കിട്ടിയ പെൺകുട്ടിയുടെ മൃതദേഹം പരിശോധിക്കുന്ന ഫോറൻസിക് ഉദ്യോഗസ്ഥ ക്യാപ്റ്റൻ ഹാങ്ങിനെ വിളിച്ച് മരിച്ച പെൺകുട്ടിയുടെ വായിൽ നിന്നും അന്നനാളിയിൽ നിന്നും കുറച്ച് ബീൻസും ഒപ്പം ചില മന്ത്രിച്ച തകിടുകൾ പോലെയുള്ള സാധനങ്ങളും കിട്ടിയതായി അറിയിക്കും. കൂടാതെ മുൻപും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറയുന്നു.
ഡീർഹില്ലിൽ പ്രാർത്ഥിക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ അസിസ്റ്റന്റ് വഴി പാർക്ക് ഉങ്ച ഫോണിലൂടെ കേൾക്കുന്നുണ്ട്. ഇതിനിടയിൽ വയറു വേദനിക്കുന്നെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് മതഗ്രന്ഥം തപ്പാനിറങ്ങുന്നു. ഗ്രന്ഥത്തിന്റെ അവസാനം ഇവിടെ 81 ദുഷ്ടശക്തികൾ ജനിക്കുമെന്ന് പ്രവചനമുണ്ടെന്ന് പറയുന്നത് പാർക്ക് ഉങ്ച ഫോണിലൂടെ കേൾക്കുന്നു. അപ്പോഴാണ് ഡീർഹിലിന്റെ പ്രാർത്ഥന നടക്കുന്ന ഭാഗത്തേക്ക് ക്യാപ്റ്റൻ ഹാങ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ട്രക്ക് ഡ്രൈവറിനെ കുറിച്ച് അന്വേഷിച്ചാണ് അവിടേക്ക് വന്നത്. എന്നാൽ ആ അഡ്രസ്സ് തെറ്റായിരുന്നു. ആ ട്രക്ക് ഡ്രൈവർ വണ്ടിയിലിരിക്കുമ്പോഴാണ് എന്തോ ഒരു അദൃശ്യ ശക്തി അവിടേക്ക് വന്നതുപോലെ അവന് തോന്നുന്നത്. ഒപ്പം ആരുടെയൊക്കെയോ കരച്ചിലും കേൾക്കാം. അവൻ പെട്ടെന്ന് വണ്ടി എടുക്കാൻ ശ്രമിക്കും. പെട്ടെന്ന് മുൻപിലൊരു പ്രേതം. നമ്മൾ ശരിക്കും പേടിച്ചു പോകും. പാർക്കുംജായുടെ ഒരു ഫ്രണ്ടോ സഹായിയോ ഒക്കെയാണ് നമ്മൾ ആദ്യം കണ്ട അവനെ സപ്പോർട്ട് ചെയ്ത ബുദ്ധസന്യാസി. അവർ ഡീർഹിൽ എന്ന സംഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. സ്വർഗത്തിൽ മഹാന്മാരായ 4 രാജാക്കന്മാരുണ്ട്. അവർ 4 പേരും 4 ദിക്കുകളെ പ്രതിനിധാനം ചെയ്യുന്നു. ഇവരാണ് ബുദ്ധനെ സംരക്ഷിക്കുന്നത്. ഡീർഹിൽ ആരാധിക്കുന്നത് ഈസ്റ്റേൺ ഡയറക്ഷന്റെ ഗാർഡിയനായ കിങ് ജിഗൂക്കിനെയാണ്. ഇതുപോലെ മറ്റൊരു സംഘടന നോർത്തേൺ ഗാർഡിയന്റെ കിങ്ങായ ദമുവിനെ ആരാധിക്കുന്നു. ഇതുപോലെ തന്നെ ഈസ്റ്റിന്റെയും വെസ്റ്റിന്റെയും സംരക്ഷകരായ രാജാക്കന്മാരെ ആരാധിക്കുന്നവരുമുണ്ട്. ഈ 4 രാജാക്കന്മാരും ഭൂമിയിൽ ജനിച്ചത് ദുഷ്ടന്മാരായിട്ടാണ്. എന്നാൽ ബുദ്ധനെ കണ്ടതോടെ ഇവർ ദൈവങ്ങളായി മാറി ദുഷ്ടശക്തിയിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു. ക്യാപ്റ്റൻ ഹാങ് ആ ട്രക്ക് ഡ്രൈവറിന്റെ അമ്മയെ ചോദ്യം ചെയ്യുകയാണ്. പെട്ടെന്ന് അവൻ അമ്മയെ ഫോണിൽ വിളിക്കും. അമ്മയുടെ മകൻ ഈ ലോകത്തിലെ ദുഷ്ടശക്തികൾക്കെതിരെയാണ് പോരാടിയത്. ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. സ്വർഗത്തിൽ കാണാമെന്ന് പറഞ്ഞ് അവൻ പ്രാർത്ഥിച്ച് താഴേക്ക് ചാടുന്നു. ഇതേ പ്രാർത്ഥന തന്നെ സ്വർണ്ണമുടിയുള്ള ആ കൂട്ടുകാരനും കാറിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വർണ്ണമുടിയൻ നായിക കൊച്ചിന്റെ ഡീറ്റെയിൽസ് എടുക്കുന്നു. എന്നിട്ട് അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളുടെ വീട് അവൻ കണ്ടുപിടിക്കുന്നു. രാത്രിയിൽ മുത്തശ്ശി, നീ നിന്റെ സഹോദരിക്ക് ഭക്ഷണം കൊടുത്തോ? അതിന് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നു. ഇവൾക്കല്പം പേടിയുണ്ട്. പണ്ട് അതിവളുടെ കാലിൽ കടിച്ച് ജീവിച്ചുകൊണ്ട് ഇവൾ ഞൊണ്ടിയാണ് നടക്കുന്നത്. ആ മുറിയിൽ ചെറിയ കുഞ്ഞിന്റെ പോലുള്ള കരച്ചിലാണ് കേൾക്കുന്നത്. അതങ്ങനെയാണ് കരയുന്നത്. ഇവൾ പാത്രം വെച്ചിട്ട് പേടിച്ച് ഓടിപ്പോകും. സ്വർണ്ണമുടിയൻ, രാത്രിയിൽ കിടക്കുമ്പോൾ നിങ്ങൾ ഭൂമിയെ സംരക്ഷിക്കുന്നവർ പെൺകുട്ടികളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ പാമ്പുകളെ പിടിക്കണം. ഒരിക്കലും അവയുടെ കണ്ണിലേക്ക് നോക്കരുത്. അവർക്ക് മനോഹരമായ കണ്ണുകളും മധുരമായി സംസാരിക്കാനുമുള്ള കഴിവുമുണ്ട്. ആ പാമ്പുകളുടെ രക്തം നിങ്ങളെ ശുദ്ധരാക്കും. അപ്പോഴേക്കും അവൻ വല്ലാതെ ഭയക്കുന്നുണ്ട്. ഉടനെ മുകളിൽ നിന്നും വലിയ കണ്ണുള്ള മനുഷ്യനെ പോലെയുള്ള എന്തോ പേടിപ്പിക്കുന്ന ഒരു രൂപം വേഗത്തിൽ താഴേക്ക് വരും. പെട്ടെന്ന് അവൻ ചാടി എഴുന്നേൽക്കും. ബുദ്ധനെ സംരക്ഷിക്കുന്ന ഈ 4 രാജാക്കന്മാരുടെ സ്ക്രിപ്റ്റ് ആരാണ് എഴുതിയതെന്ന് പാർക്കുംജ തിരക്കുന്നു. അത് കിങ് പുങ്സ എന്നൊരു ബുദ്ധസന്യാസിയാണ്. അതാരാണെന്നറിയാൻ ഇവർ ഗൂഗിളിൽ നോക്കുന്നു. അപ്പോഴാണ് ടിബറ്റൻ ബുദ്ധിസ്റ്റ് മാസ്റ്റർ നെജക് ടെൻബായെക്കുറിച്ച് കാണുന്നത്. അദ്ദേഹം ഈ കിങ് പുങ്സ എന്ന ഈ ദൊങ്ബങ് യോയുടെ ഫൗണ്ടറിനെ കണ്ട ഒരു ന്യൂസ് ആണ് അതിൽ കാണുന്നത്. ഈ കിങ് പുങ്സ ബുദ്ധമത വിശ്വാസികൾക്കിടയിൽ പ്രശസ്തനാണ്. ദൊങ്ബങ് യോയെക്കുറിച്ച് ആ നീരാളിത്തലേന് കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്ന് സന്യാസിയായിട്ടുള്ള ആ കൂട്ടുകാരൻ പറയുന്നു. അങ്ങനെ പാർക്ക് ഉഞ്ചായും ചെറിയ അസിസ്റ്റന്റും കൂടെ അദ്ദേഹത്തിനെ കാണാനായി പോകുന്നു. ആൾ താമസിക്കുന്നത് ഒരു മലയുടെ മുകളിലാണ്. കടലിൽ താമസിക്കേണ്ട നീരാളി എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടുള്ള മലയിൽ താമസിക്കുന്നതെന്ന് നടന്നു കുഴഞ്ഞ പാർക്കുഞ്ച ചെറിയ അസിസ്റ്റന്റിനോട് ചോദിക്കുന്നു. ഇവർ നടന്ന് മുകളിലെത്തുമ്പോഴാണ് അതുവഴി കാറ് പോകുന്നത് കാണുന്നത്. കിങ് പുങ്സ ദൈവത്തെ പോലെയാണ്. അദ്ദേഹത്തിന് ധാരാളം വിശ്വാസികൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം അദ്ദേഹം അപ്രത്യക്ഷനായി. കാരണം അദ്ദേഹത്തിന് പുതിയൊരു ഗ്രന്ഥം എഴുതണമായിരുന്നു. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് പിന്നീട് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 116 വയസ്സോളം കാണും. അതുകൊണ്ട് തന്നെ തീർച്ചയായും അദ്ദേഹം മരിച്ചിട്ടുമുണ്ടാകാം. അദ്ദേഹം യാങ്ജു എന്നൊരു കുറ്റം ചെയ്യുന്ന ചെറിയ കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥാപനത്തിന് ധാരാളം ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് ഈ നീരാളി തലയൻ അവരോട് പറയുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കിങ് പുങ്സ ധാരാളം ഡൊണേഷൻസ് കൊടുത്ത കുട്ടികളുടെ ആ സ്ഥാപനത്തിൽ പാർക്കുംജ കുറെ സാധനങ്ങളുമായി എത്തുന്നു. എന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് തിരക്കുന്നു. കിങ് പുങ്സ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. സ്വന്തം അച്ഛനെ കൊന്ന 4 കുട്ടികളെ അദ്ദേഹം സ്വന്തം മക്കളായി വളർത്തി. അതിലൊരാളാണ് മരിച്ച ഈ ട്രക്ക് ഡ്രൈവർ. സ്വർണ്ണമുടിയൻ നായികയുടെ വീടിനടുത്ത് നിന്ന് ആ വീടിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അവന്റെ കയ്യിൽ നേരത്തെ മരിച്ച പെൺകുട്ടിയുടെ വായിൽ നിന്നും കിട്ടിയ ബീൻസും അതുപോലെയുള്ള തകിടുകളും ഉണ്ട്. ഇതേ സമയം പാർക്കുഞ്ചായും ചെറിയ അസിസ്റ്റന്റും കൂടെ ആ കിട്ടിയ സ്ക്രിപ്റ്റുകളും ഇതുവരെ മനസ്സിലാക്കിയ ഇൻഫർമേഷൻസും എല്ലാം കൂടെ പരിശോധിക്കുകയാണ്. ഈ 4 കുട്ടികളിൽ 3 കുട്ടികളും ഇപ്പോൾ മരിച്ചിട്ടുണ്ടാകുമെന്നും കൂടാതെ അവർക്ക് മോക്ഷം ലഭിച്ചിട്ടുണ്ടാകുമെന്നും പാർക്കുഞ്ച അസിസ്റ്റന്റിനോട് പറയുന്നു. അതെങ്ങനെ മനസ്സിലായെന്ന് അസിസ്റ്റന്റ് അവനോട് ചോദിക്കുന്നുണ്ട്. സ്വർണ്ണമുടിയൻ നായികയുടെ വീടിനകത്തേക്ക് കയറുമ്പോൾ ആ പിശാച് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്.
പേടിപ്പെടുത്തുന്ന ഒരു രൂപം. അവൻ മന്ത്രങ്ങൾ ചൊല്ലി അകത്തേക്ക് കയറുമ്പോൾ ധാരാളം കിളികൾ ജനലിൽ വന്നിടിച്ച് മരിക്കുന്നുണ്ട്. സ്വർണ്ണമുടിയൻ ആ പിശാചിനെ പൂട്ടിയിട്ട ഭാഗത്തേക്ക് ചെല്ലുന്നു. അത് വാതിലിന്റെ വിടവിലൂടെ അവനെ കാണുന്നുണ്ട്. അവൻ പതിയെ വാതിലിന്റെ താഴേക്ക് കുനിഞ്ഞു നോക്കിയതും ആ രൂപവും അവനെ നോക്കി നിൽക്കുന്നു. അത് പെട്ടെന്ന് വാതിലിന്റെ ഇടയിൽ കൂടെ അവന്റെ കാലിൽ കയറി പിടിക്കും. അവൻ ഒരു വിധത്തിലാണ് രക്ഷപ്പെടുന്നത്. ഇതെല്ലാം നായിക വീടിനകത്ത് നിന്ന് കാണുന്നുണ്ട്. പാർക്കുഞ്ച ഈ 4 പേരെയും കുറിച്ചുള്ള വിവരങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. അവൻ അതിൽ ജീവിച്ചിരിക്കുന്ന ആ സ്വർണ്ണമുടിയനെ ഫോളോ ചെയ്തു പോകുന്നുണ്ട്. സ്വർണ്ണമുടിയൻ ഒരുപാട് യാത്ര ചെയ്ത് മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തെത്തുന്നു. അവനെ ഫോളോ ചെയ്ത പാർക്കുഞ്ചായും അവിടെ എത്തുന്നു. അവിടെ വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ പാമ്പുകൾ വസിക്കുന്ന പെൺകുട്ടികൾക്ക് മനോഹരമായ കണ്ണുകളാണ്. അവർ ആദ്യമായി ആർത്തവത്തിലെത്തുന്ന അന്നു മുതൽ ഈ ലോകം ഇരുട്ടിലാകുമെന്ന് പറയുന്നു. ഈ സമയത്താണ് നമ്മുടെ നായിക ഋതുമതിയായതായി കാണിക്കുന്നത്. കിങ് പുങ്സ മരിച്ചിട്ടില്ല. അദ്ദേഹം അവിടെ മരണശയ്യയിൽ കിടക്കുകയാണ്. ഒരു വെന്റിലേറ്ററിൽ എന്ന പോലെ സജ്ജീകരിച്ച ഒരു സ്ഥലത്താണ് അദ്ദേഹം കിടക്കുന്നത്. ആ വെള്ള വസ്ത്രം ധരിച്ച അയാൾ അവനോട്, അദ്ദേഹം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇനി നമ്മുടെ മാസ്റ്ററിന് അധിക നാൾ ആയുസില്ല. അതിനു മുൻപ് കാര്യങ്ങളെല്ലാം തീർക്കണമെന്ന് പറയുന്നു. ഈ സമയം പാർക്കുഞ്ച അവിടെയൊക്കെ പരിശോധിക്കുന്നു. അത് ആ വെള്ള വസ്ത്രം ധരിച്ച ആൾ കണ്ടുപിടിക്കുന്നു. അവിടെ ഒരു ആനയെ കണ്ട് പാർക്കുഞ്ച ഭയക്കുന്നുണ്ട്. എന്നിട്ട് വെള്ള വസ്ത്രം ധരിച്ച അയാൾ അവനോട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ അവൻ പോകാതെ വഴിയരികിൽ കാത്തുകിടന്ന് സ്വർണ്ണമുടിയനെ ഫോളോ ചെയ്യുന്നു. എന്നാൽ അത് മനസ്സിലാക്കിയ സ്വർണ്ണമുടിയൻ കാറ് കൊണ്ടിടിപ്പിച്ച് പൂഞ്ച ശേഖരിച്ച പേപ്പറുകളെല്ലാം എടുത്തോണ്ട് പോകുന്നു. നമ്മുടെ നായികയാകട്ടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പൈസ എടുത്ത് ഭക്ഷണത്തിൽ വിഷം കലർത്തി സഹോദരിക്ക് കഴിക്കാൻ കൊടുത്തിട്ട് അവിടെ നിന്നും പോകാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ കുറെ ദൂരം മുൻപോട്ട് പോയിട്ട് അവൾക്കതിന് സാധിക്കുന്നില്ല. അവൾ വേഗത്തിൽ തന്നെ ഓടി വന്ന് ആ ഭക്ഷണം തട്ടിക്കളയുന്നു. പാർക്കുഞ്ച താൻ ഇതുവരെ മനസ്സിലാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും ക്യാപ്റ്റൻ ഹാങ്ങിനോട് പറയാൻ ശ്രമിക്കുന്നു. എന്നാൽ അയാൾ അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. ഈ സമയത്താണ് പാർക്കുഞ്ചായും കൂട്ടരും നേരത്തെ ഗൂഗിളിൽ കണ്ട കിങ് പുങ്സായെ നേരിട്ട് കണ്ടിട്ടുള്ള ബുദ്ധ സന്യാസി നെജങ് ടെൻപ ആ ബുദ്ധവിഹാരത്തിൽ എത്തുന്നതായി അറിയുന്നത്. കൂട്ടുകാരനായ ബുദ്ധ സന്യാസി വഴി പാർക്കുഞ്ച അദ്ദേഹത്തെ കണ്ട് കിങ് പുങ്സയെ കുറിച്ച് കൂടുതൽ തിരക്കുന്നു. കിങ് പുങ്സയാണ് ബുദ്ധന്റെ പുനർജന്മമായ മൈത്രേയ. അദ്ദേഹത്തിന് 12 വിരലുകളുണ്ട്. ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് ആ ബുദ്ധ സന്യാസി പറയുന്നു. അദ്ദേഹത്തിന്റെ ശത്രുക്കളാണ് ഈ സ്നേക്കുകളായ പെൺകുട്ടികൾ. ഈ സമയം നമ്മുടെ നായികയുടെ അനിയത്തിയായിട്ടുള്ള ആ സ്നേക്കിനെ കാണിക്കുന്നു. അതിനും ഋതുമതിയായിട്ടുണ്ട്. അത് ശരീരത്തിൽ തൊടുമ്പോൾ രോമങ്ങളൊക്കെ കൊഴിഞ്ഞു പോകുന്നു. പേടിപ്പിക്കുന്ന ഒരു രൂപം. ഈ സമയം നമ്മുടെ സ്വർണ്ണമുടിയൻ നായികയെ തട്ടിക്കൊണ്ടുപോകുന്നു. അവൻ അവളെ കെട്ടിയിട്ടിട്ട് മണ്ണിൽ കുഴിക്കുകയാണ്. ആ കുഴിയിലേക്ക് അവൻ നേരത്തെ ഫോറൻസിക് ലേഡി പറഞ്ഞതുപോലെയുള്ള മന്ത്രിച്ച തകിടുകൾ ഇടുന്നു. അവൻ പ്രാർത്ഥനയോടെ ആ ബീൻസ് എടുക്കുന്നു. അവൾ അവനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരെ ശ്രദ്ധിക്കാൻ പാടില്ല എന്നത് അവനറിയാം. അവൾ അവനോട് എന്തിനാണ് എന്നെ കൊല്ലുന്നതെന്ന് ചോദിക്കുന്നു. നീ ജനിച്ചത് ഒരു ദുഷ്ടശക്തിയായിട്ടാണ്. മരണം എന്നത് ഒന്നിന്റെയും അവസാനമല്ല. അത് പുതിയൊരു തുടക്കം മാത്രമാണ്. നീ അടുത്ത ജന്മം ബുദ്ധനായി ജനിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് അവൻ അവളോട് പറയുന്നു. പാർക്കുഞ്ച വീണ്ടും ക്യാപ്റ്റൻ ഹാങ്ങിനെ വിളിച്ച് അവൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു. എന്നാൽ ആദ്യം അയാൾ ശ്രദ്ധിക്കാൻ തയ്യാറാവുന്നില്ല. ഉടനെ അവൻ അയാളോട് റെക്കോർഡ് എടുത്തു നോക്കി ഇതുവരെ 81 പെൺകുട്ടികൾ മരിച്ചതായി പറഞ്ഞു കൊടുക്കുന്നു. ഇത് കണ്ട് സംശയം തോന്നിയ ക്യാപ്റ്റൻ ഹാങ് ഉടനെ തന്നെ അസിസ്റ്റന്റ് വഴി അവിടുത്തെ റെക്കോർഡുകൾ പരിശോധിക്കുന്നു. അപ്പോഴാണ് ഒരു പ്രത്യേക സമയം മുതൽ ജനിച്ച പല പെൺകുട്ടികളെയും കാണാതായതായ വാർത്ത ക്യാപ്റ്റൻ ഹാങ്ങും ശ്രദ്ധിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ നായിക സ്വർണ്ണമുടിയനോട് എന്റെ ഇരട്ട സഹോദരി വീട്ടിലുണ്ട്. ഞാൻ ദുഷ്ടശക്തിയാണെങ്കിൽ തീർച്ചയായും അവളും ദുഷ്ടശക്തിയായിരിക്കും. അടുത്ത ജന്മത്തിലെങ്കിലും അവൾ ഒരു മനുഷ്യനായി ജനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്നു. സ്വർണ്ണമുടിയൻ നായികയുടെ വാക്ക് കേട്ടിട്ട് അവളുടെ ടിൻ സിസ്റ്റർ കിടക്കുന്ന ഭാഗത്തേക്ക് ചെന്ന് ആ വാതിൽ തുറക്കുന്നു. ആ പേടിപ്പിക്കുന്ന രൂപം മാറിയിട്ടുണ്ട്. ഇപ്പോഴതിന് നായികയുടെ മുഖമാണ്. അത് അവനെ ഓരോന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നുണ്ട്. അവളോട് അവൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. അവളെ ഇപ്പോൾ കണ്ടാൽ ഒരു ബുദ്ധന്റെ ഫീമെയിൽ വേർഷൻ പോലെയാണുള്ളത്. ഈ സമയം കിങ് പുങ്സയെ നോക്കുന്ന ആൾ എന്തോ മനസ്സിലായതുപോലെ അവിടെ വളർത്തുന്ന ആനയെ നോക്കി നിൽക്കുന്നു. പാർകുങ്ജായും അസിസ്റ്റന്റും കാറിൽ ഇരിക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് നിന്ന് സ്വർണ്ണമുടിയന്റെ വണ്ടി വരുന്നത് കാണുന്നത്. അവൻ ഓടി വന്ന് സ്വർണ്ണമുടിയനോട് നീയൊക്കെ ഇത്രയും നാൾ എന്താണ് കാണിച്ചു കൂട്ടിയത്, എത്രത്തോളം പെൺകുട്ടികളെ കൊന്നുകളഞ്ഞു എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ അവൻ വണ്ടി വേഗത്തിൽ ഓടിച്ചു പോകുന്നു. അങ്ങനെ പോകുമ്പോഴാണ് അവൻ ആ പെണ്ണിനോട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മുതലുള്ള കാര്യങ്ങൾ ഓർക്കുന്നത്. അവൾ സ്വന്തം കൈ കാണിക്കുന്നു. അതിൽ 6 വിരലുകളുണ്ട്. നിന്റെ മാസ്റ്ററിനെ കൊല്ല്, അയാളാണ് പാമ്പ്. അയാളുടെ കൈകളിലേക്ക് നോക്ക്, അവിടെ 6 വിരലുകൾ ഉണ്ടോ എന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ മയങ്ങി വീഴുന്നു. എന്നാൽ അവൻ ഇല്ല, അദ്ദേഹമാണ് വെളിച്ചം, നീയാണ് പാമ്പെന്ന് പറയുന്നു. അവൻ നേരെ കിങ് പുങ്സയെ കാണാൻ പോകുന്നു. എന്നിട്ട് അവൾ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ കയ്യിൽ 6 വിരലുകൾ ഉണ്ടോ എന്ന് നോക്കാൻ പോയതും
അവിടെയുള്ള മനുഷ്യൻ ഈ സമയത്ത് നിനക്കിവിടെ എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. ഉടനെ സ്വർണ്ണമുടിയൻ അയാളോട് അവിടെ നടന്ന കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് കിങ് മുസയ്ക്ക് 6 വിരലുകൾ ഉണ്ടോ എന്ന് നോക്കുന്നു. എന്നാൽ ഇല്ല. അയാൾ പെട്ടെന്ന് അവനോട് കൂടെ ചെല്ലാൻ ആവശ്യപ്പെടുന്നു. അവിടെയുള്ള ആനയെ നോക്കിയിട്ട് അയാൾ, ബുദ്ധ സന്യാസികൾ രാജാക്കന്മാർക്ക് ആനകളെ ഗിഫ്റ്റായി കൊടുക്കും. നീ ആനയുടെ കണ്ണിലേക്ക് നോക്ക്, എന്താണ് കാണുന്നതെന്ന് ചോദിക്കും. മരവിച്ച പോലെ എന്ന് സ്വർണ്ണമുടിയൻ മറുപടി കൊടുക്കുന്നു. ആനയുടെ കണ്ണുകൾ പേടിക്കുന്നത് പോലെയോ മരവിച്ചതുപോലെയോ തോന്നുന്നത് നമ്മുടെ ഹൃദയത്തിൽ ദുഷ്ടശക്തി ഉള്ളതിന്റെ തെളിവാണ്. ഇന്ത്യയിലെ രാജാക്കന്മാർക്ക് ബുദ്ധ സന്യാസിമാർ ഇതുപോലെ ആനയെ കൊടുക്കും. രാജാവ് എന്നും രാവിലെ അതിന്റെ കണ്ണിലേക്ക് നോക്കും. ഇതും പറഞ്ഞ് അയാൾ ആനയെയും സ്വർണ്ണമുടിയനെയും വെടിവെച്ചിടും. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് അവൻ ചോദിക്കുമ്പോൾ, നീ എന്തുകൊണ്ടാണ് ആനയെ കണ്ട് പേടിക്കാത്തതെന്ന് അയാൾ തിരിച്ചു ചോദിക്കുന്നു. ഈ സമയത്താണ് പാർക്കുംജ അവിടേക്ക് വരുന്നത്. അവൻ കിങ് പുങ്സയെ കിടത്തിയിരിക്കുന്നത് കാണും. നിങ്ങൾ ദൈവമാകേണ്ട ആളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ കിടക്കയിൽ കിടക്കേണ്ടി വരില്ല എന്നവൻ പറയുന്നു. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് അവൻ മാറി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ നോക്കിയിരുന്ന ആൾ വന്ന് ഓക്സിജൻ മാസ്ക് മാറ്റി നെറ്റിയിൽ ചുംബിച്ച് കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായികയാണ്. അവളെ സ്വർണ്ണമുടിയൻ കൊന്നിട്ടില്ലായിരുന്നു. അവൾ ഒരു വിധത്തിൽ അവിടെ നിന്നും എഴുന്നേറ്റ് മുൻപോട്ട് നടക്കുമ്പോൾ കുറെ പട്ടാളക്കാരുടെ വണ്ടി വരുന്നത് കാണും. അവൾ അതിന് കൈ കാണിക്കും. അവർ ആ വണ്ടി നിർത്തി അവളെ രക്ഷിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വെടികൊണ്ട സ്വർണ്ണമുടിയൻ ഇനിയും മരിച്ചിട്ടില്ല. ഇതിനിടയിൽ അസിസ്റ്റന്റ് വേഗത്തിൽ കാർ ഓടിച്ച് അവിടേക്ക് വരും. അപ്പോഴാണ് പാർക്കുംജ സ്വർണ്ണമുടിയനെ കൊണ്ട് വരുന്നത്. അവർ അവനെയും കൊണ്ട് രക്ഷപ്പെടും. ആ കൂട്ടത്തിലും പാർക്കുംജ നിങ്ങൾ എത്ര കുട്ടികളെയാണ് സ്നേക്ക് എന്ന് പറഞ്ഞ് കൊന്നതെന്ന് ചോദിച്ച് കുറ്റപ്പെടുത്തും. അതിനവൻ, ഞാൻ ഒരെണ്ണത്തിനെ ശരിക്കും കണ്ടു, അതെന്നോട് അദ്ദേഹത്തെ കൊല്ലാൻ ആവശ്യപ്പെട്ടു എന്ന് പറയും. കിങ് പുങ്സയെ നോക്കിയിരുന്ന ആളുടെ കാറിൽ പാർക്കുംജ ഒന്നും അറിയാത്തതുപോലെ വണ്ടി കൊണ്ടിടിപ്പിക്കും. കുഴപ്പമില്ല, പൊയ്ക്കോ എന്നയാൾ പറയുമ്പോൾ പാർക്കുംജ ഉടനെ, അങ്ങനെ പോകാൻ പറ്റില്ല, എനിക്ക് നിങ്ങളുടെ ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ് വേണം കിങ് പുങ്സ എന്ന് പറയും. അപ്പോഴാണ് നേരത്തെ ഒളിഞ്ഞു നിന്ന് പാർക്കുംജ കേട്ട കാര്യങ്ങൾ ഓർക്കുന്നത്. ഇത്രയും നാൾ ലോകം കിങ് പുങ്സ എന്ന് കരുതിയ ആൾ ഇദ്ദേഹത്തോട് മാസ്റ്റർ എന്നെ കൊന്നു കളയൂ എന്നാവശ്യപ്പെടും. അതുകൊണ്ടാണ് ഇയാൾ കരഞ്ഞുകൊണ്ട് ഓക്സിജൻ മാസ്ക് മാറ്റിവെക്കുന്നത്. മനസ്സിലായോ? ഇതാണ് യഥാർത്ഥ കിങ് പുങ്സ. ഇയാളാണ് ബുദ്ധന്റെ പുനർജന്മം. അതുകൊണ്ട് തന്നെ 116 വയസ്സായിട്ടും ഇദ്ദേഹം ഇപ്പോഴും ചെറുപ്പമാണ്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ 6 വിരലുകൾ ഉണ്ട്. അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. ഈ വണ്ടിയിൽ സ്വർണ്ണമുടിയനുമുണ്ട്. നിങ്ങൾ ആരാണെന്ന് അവൻ ചോദിക്കുന്നു. നിങ്ങൾ മാസ്റ്ററായി കണ്ടത് എന്റെ പ്രധാനപ്പെട്ട ശിഷ്യരിൽ ഒരാളെയാണ്. യഥാർത്ഥ വെളിച്ചം ഞാനാണ്. എന്നെ രക്ഷിച്ച നക്ഷത്രങ്ങളാണ് നിങ്ങളെന്ന് അവൻ പറയുന്നു. എന്നാൽ പെട്ടെന്ന് സ്വർണ്ണമുടിയൻ അദ്ദേഹത്തിന്റെ കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കുന്നു. അപ്പോൾ തന്നെ നായികയുടെ ഇരട്ട സഹോദരിയും കണ്ണു തുറക്കുന്നുണ്ട്. നിയന്ത്രണം വിട്ട വണ്ടി ഇടിച്ചു മറിയുന്നു. ഓയിൽ അവിടെയൊക്കെ പരക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും കിങ് പുങ്സ വളരെ കൂളായിട്ട് ഇറങ്ങുന്നു. അപ്പോഴാണ് ആ ട്വിൻ സിസ്റ്റർ പോകാൻ നേരം സ്വർണ്ണമുടിയന് ഒരു ലാമ്പ് കൊടുക്കുന്നത്. ആ ലൈറ്റർ അവൻ എടുത്ത് ഓയിലിൽ കത്തിച്ചു വിടും. അത് കിങ് പുങ്സയെ കത്തിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് പാർക്കുംജ അവിടേക്ക് വരുന്നത്. ഇതിനിടയിൽ രക്ഷപ്പെട്ട നായിക നമ്മുടെ ഇരട്ട സഹോദരി ഉള്ള സ്ഥലത്തേക്ക് വരും. എന്നാൽ കിങ് പുങ്സ മരിച്ചതുകൊണ്ട് തന്നെ അവളും മരിച്ചിരുന്നു. സ്വർണ്ണമുടിയനും മരിച്ചു. മൊത്തത്തിലൊരു നിശബ്ദത. ഷെടാ, ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഇതിൽ ആരായിരുന്നു യഥാർത്ഥ സ്നേക്ക്? പറഞ്ഞു തരാം. കാവൽക്കാരനായ രാജാവ് തന്നെയാണ് ഈ കിങ് പുങ്സ. പക്ഷെ അയാളാണ് ഇപ്പോൾ പാമ്പായിട്ട് മാറിയത്. അപ്പോൾ ലൈറ്റ് ആരാണെന്ന് വെച്ചാൽ നായികയുടെ ഇരട്ട സഹോദരി. ഈ പെൺകുട്ടി ആരാണെന്ന് കിങ് പുങ്സയ്ക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് ജനിച്ച 81 പെൺകുട്ടികളെയും സ്വർണ്ണമുടിയനെയും മറ്റുള്ള 3 പേരെയും വെച്ച് കൊന്നുകളഞ്ഞത്. ഇങ്ങേരാണ് ശരിക്കുള്ള വില്ലൻ. ഈ പാമ്പിനെയാണ് ലൈറ്റ് വെച്ച് കൊല്ലുന്നത്. ഇതെല്ലാം ആ ഇരട്ട സഹോദരിക്ക് അറിയാമായിരുന്നു. ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് ക്യാപ്റ്റൻ ഹാങ് വരുന്നു. തിരിച്ചു പോരുന്ന പാർക്കുംജിയുടെ അസിസ്റ്റന്റ് സ്വർണ്ണമുടിയൻ എന്തായിരുന്നു ചെവിയിൽ പറഞ്ഞെന്ന് ചോദിക്കുന്നു. അവന് തണുക്കുന്നു എന്നാണ് പറഞ്ഞതെന്ന് അയാൾ മറുപടി കൊടുക്കുന്നു. ശരിക്കും അതാണോ പറഞ്ഞത് അറിയില്ല. അപ്പോൾ മൊത്തത്തിൽ പടം കാണാൻ കൊള്ളാം, നല്ല രസമുണ്ട്. ഇടയ്ക്കിടെ പേടിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. എങ്കിലും എന്റെ ഡൗട്ട് അതല്ല. ലൈറ്റ് ആ കുട്ടിയായിരുന്നെങ്കിൽ അതിനെ എന്തിനാണ് ബാഡ് ലക്കായിട്ട് ചിത്രീകരിച്ചത്? ആ കുട്ടിയുടെ അച്ഛനും അമ്മയും എന്തിനാണ് മരിച്ചത്, പ്രത്യേകിച്ചും ആ അച്ഛൻ? കഥയിൽ കൂടുതൽ ചോദ്യങ്ങളില്ല. കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ കൂട്ടുകാരെ? കഥ പറഞ്ഞത് ഇഷ്ടമായോ? എങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ്സ് ലൈക്ക് ഇട്ട് പ്രോത്സാഹിപ്പിക്കാനും മറക്കല്ലേ. അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത സിനിമയുമായി കാണാം. ടാറ്റാ.